എനിക്ക് പഠിക്കാൻ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. ഈ ഒരു വാചകം പൊതുവെ നമ്മളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്നാണ് അല്ലേ? എന്നാൽ അത് അത്ര നിസ്സാരമല്ല. നിങ്ങൾ ഇനി പഠിക്കാനിരിക്കുമ്പോൾ കോൺസെൻട്രേഷൻ ലെവൽ എങ്ങനെ ഈസിയായി വർദ്ധിപ്പിക്കാമെന്ന് ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാം. അതിനായി 5 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ കാണണം. 1. മൈൻഡ് സെറ്റ്, ടെക്നിക്സ്, എൻവയോൺമെന്റ്, ദ ഹ്യൂമൻ ഫാക്ടർ ആൻഡ് ഐഡന്റിഫൈഡ് മോട്ടിവേഷൻ. പൊതുവെ ഒരു കാര്യത്തിൽ കുറേ നേരം ഫോക്കസ് ചെയ്യാൻ കഴിയാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ തിരിച്ചറിയേണ്ട ഒരു പ്രധാന വസ്തുതയാണ് ഫോക്കസ് എന്നത് സ്ഥിരമായൊരു കാര്യമല്ല. അത് ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ്. അതുകൊണ്ട് ആദ്യം ശരിയാകേണ്ടത് നിങ്ങളുടെ മൈൻഡ് സെറ്റ് തന്നെയാണ്. ഉദാഹരണത്തിന്, വളരെയേറെ താല്പര്യമുള്ള ഒരു ആക്ടിവിറ്റി ചെയ്യാൻ നിങ്ങൾക്ക് എന്തെങ്കിലും മടി തോന്നുമോ? അതായത് ഒരു സിനിമ കാണാൻ, ഷോപ്പിങ്ങിന് പോകാൻ, ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാൻ, ഗെയിം കളിക്കാൻ, ഇതിനെല്ലാം നിങ്ങൾ 90 മുതൽ 99% ഫോക്കസ് നൽകുന്നവരാണ്. കാരണം നിങ്ങളത് ഇഷ്ടപ്പെടുന്നു. എന്നാൽ പഠിക്കുന്ന കാര്യം വരുമ്പോൾ ഈ ഇഷ്ടം കുറയുന്നു. അതുകൊണ്ട് ചെയ്യാൻ പോകുന്ന കാര്യത്തെ ഇഷ്ടപ്പെടാൻ ശ്രമിക്കുന്നതാണ് ആദ്യപടി. എന്നാൽ ചെറുപ്പം തൊട്ടേ നമ്മൾ കേൾക്കുന്നത് കഷ്ടപ്പെട്ട് പഠിക്കണം, ബുദ്ധിമുട്ടുകൾക്ക് ഒടുവിൽ വിജയമുണ്ടാവും എന്നൊക്കെയാണ്. അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡ് സെറ്റ് പഠിക്കുന്നതിനെ കഷ്ടപ്പാട് നിറഞ്ഞൊരു ഡ്യൂട്ടി ആയിട്ടാണ് കാണുന്നത്. പക്ഷേ ഈ മൈൻഡ് സെറ്റ് നമ്മളെ ഫോക്കസ് ചെയ്യാനാണോ അതോ പെട്ടെന്ന് തന്നെ ലക്ഷ്യത്തെ ഓർത്ത് മടുപ്പ് തോന്നാനാണോ പ്രേരിപ്പിക്കുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അപ്പോൾ ആദ്യം ചേഞ്ച് ചെയ്യേണ്ടത് ആ ഒരു മൈൻഡ് സെറ്റാണ്. മറ്റൊരു യൂസ്ഫുൾ മൈൻഡ് സെറ്റാണ് ടാസ്കുകളെ അഡ്വഞ്ചേഴ്സ് ആയി കണക്കാക്കുന്നത്. ബെഞ്ചമിൻ ഫ്രാങ്കലിന്റെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഡെയിലി ചെയ്യുന്ന ജോലികളിൽ പോലും ഒരു എക്സൈറ്റ്മെന്റ് കൊണ്ടുവരിക. ഓരോ ടാസ്കിനെയും ഓരോ അഡ്വഞ്ചേഴ്സ് ആയി കാണുക. ഇങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് ബ്രെയിനിന് ചലഞ്ചിങ് ആയി തോന്നുകയും അതുവഴി കോൺസെൻട്രേഷൻ വർദ്ധിക്കുകയും ചെയ്യും. രാവിലെ തന്നെ ഇന്ന് എന്താണ് ഞാൻ ചെയ്യേണ്ടത്, ഇന്നത്തെ സ്പെഷ്യൽ അഡ്വഞ്ചേഴ്സ് എന്തൊക്കെയാണ് എൻ്റെ ചലഞ്ചസ് എന്നെല്ലാം സ്വയം ചോദിക്കുകയും ആ ടാസ്കുകൾക്കായി സ്വയം തയ്യാറെടുക്കുകയും ചെയ്യുക. ഇനി എന്തൊക്കെ ടെക്നിക് അഡാപ്റ്റ് ചെയ്യണമെന്ന് നോക്കാം. റിസർച്ചേഴ്സ് പറയുന്നത് ഒരു ഗ്രൂപ്പായി പഠിക്കുമ്പോൾ കൂടുതൽ ഫോക്കസ് കിട്ടുകയും പഠിക്കുന്ന വിഷയത്തെ ആഴത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു എന്നാണ്. പലരുടെയും ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ, ചിന്താഗതികൾ നമ്മളെയും ചിന്തിപ്പിക്കുന്നു, വിഷയത്തിൽ തന്നെ മനസ്സുറപ്പിക്കാൻ സഹായിക്കുന്നു. ഗ്രൂപ്പ് ഡിസ്കഷൻസ്, കമ്പൈൻഡ് സ്റ്റഡി, സൂം മീറ്റിംഗ് പോലുള്ള ടെക്നിക്സ് കൂടുതൽ ഫോക്കസ് കിട്ടാൻ യൂസ്ഫുൾ ആണ്. നിങ്ങൾ പോമോഡോറോ ടെക്നിക്കിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? 1980കളുടെ അവസാനത്തിൽ ഫ്രാൻസിസ്കോ സിറില്ലോ വികസിപ്പിച്ചെടുത്ത ടൈം മാനേജ്മെന്റ് ടെക്നിക്കാണ് പോമോഡോറോ ടെക്നിക്ക്. ഈ ടെക്നിക്ക് എന്താണെന്ന് സിമ്പിളായി പറഞ്ഞുതരാം. എന്താണ് പഠിക്കേണ്ടത് എന്ന് ആദ്യം തീരുമാനിക്കുക. എന്നിട്ട് 25 മിനിറ്റ് ടൈമർ വെക്കുക. ഈ ഇന്റർവെല്ലിനെയാണ് പോമോഡോറോ എന്ന് പറയുന്നത്. ഈ സമയം പൂർണ്ണമായും ഫോക്കസ് ചെയ്യാനാണെന്ന് ബ്രെയിൻ വിശ്വസിക്കുന്നു. ടൈമർ റിംഗ് ചെയ്യുന്നത് വരെ നിങ്ങളുടെ ടാസ്കിൽ ഫോക്കസ് ചെയ്യുക. 25 മിനിറ്റ് കഴിഞ്ഞ് ഒരു ചെറിയ ഇന്റർവെൽ എടുക്കുക. സ്വയം റീചാർജ് ചെയ്യാൻ ഈ ടൈം യൂസ് ചെയ്യാം. ചെറിയ ഇടവേളയ്ക്ക് ശേഷം മറ്റൊരു പോമോഡോറോ സെഷൻ ആരംഭിക്കുക. നിങ്ങൾ 4 പോമോഡോറുകൾ പൂർത്തിയാക്കുന്നത് വരെ ഈ സൈക്കിൾ റിപ്പീറ്റ് ചെയ്യണം. 4 പോമോഡോറുകൾ പൂർത്തിയാക്കിയ ശേഷം ഏകദേശം 15 തൊട്ട് 30 മിനിറ്റ് വരെ ഇന്റർവെൽ എടുക്കാം. അടുത്തത് എൻവയോൺമെന്റ് ആണ്. പഠിക്കാൻ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു എൻവയോൺമെന്റ് ആണ് നിങ്ങൾക്ക് ചുറ്റും ഉണ്ടായിരിക്കേണ്ടത്. ഇതിൽ ഡിസ്ട്രാക്ഷൻ ആണെന്ന് തോന്നുന്ന ഫോൺ, പെറ്റ്സ്, TV, ഗെയിമിംഗ് ഇതെല്ലാം മറ്റേതെങ്കിലും മുറിയിൽ വെക്കുക. ടേബിളിൽ നീറ്റായി നിങ്ങളെ ഇൻസ്പയർ ചെയ്യുന്ന വസ്തുക്കൾ മാത്രം ഉൾപ്പെടുത്തുക. അതായത് ചെടികൾ, മോട്ടിവേഷൻ കൊട്ടേഷൻസ്, ഗോൾ ലിസ്റ്റ് എന്നിങ്ങനെ. ഇതുവഴി മനസ്സിൽ പോസിറ്റിവിറ്റി ഉണ്ടാകും, പഠിക്കാൻ സ്വയം റെഡിയാണെന്ന് തോന്നലും. ഇനി ഹ്യൂമൻ ഫാക്ടറിൽ ബേസിക് ആയ കാര്യങ്ങളാണ്, എന്നാൽ വളരെ പ്രധാനപ്പെട്ടതുമാണ്. റെസ്റ്റ്, സ്ലീപ്പ്, എക്സസൈസ് ആൻഡ് ന്യൂട്രീഷൻ. നിർബന്ധമായും 7 മുതൽ 8 മണിക്കൂർ വരെ ഉറക്കം ശീലമാക്കുക. എക്സസൈസ് ചെയ്യുന്നതിലൂടെ ബ്ലഡ് ഫ്ലോ കൂടും, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് റിലീസ് ചെയ്യും. ബെറ്റർ മൂഡ്, ഡിക്രീസ് സ്ട്രെസ് ലെവൽസ്, ഇൻക്രീസ്ഡ് ഫോക്കസ് എന്നിവ നേടാനാകും. ജങ്ക് ഫുഡ് കഴിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും അത് കുറയ്ക്കണം. ജങ്ക് ഫുഡ് ബോഡിയെ മാത്രമല്ല മൈൻഡിനെയും ഹോർമോൺസിനെയും ഫോക്കസിനെയും എല്ലാം ഡിസ്റപ്റ്റ് ചെയ്യും. കൂടുതലായി വെജിറ്റബിൾസ്, ഡ്രൈ ഫ്രൂട്ട്സ്, വൈറ്റമിൻസ് അടങ്ങിയ ഫുഡ് ഡയറ്റിൽ ഉൾപ്പെടുത്തുക. യു ആർ വാട്ട് യു ഈറ്റ് എന്ന് കേട്ടിട്ടില്ലേ? അടുത്തത് ഐഡന്റിഫൈഡ് മോട്ടിവേഷൻ ഓർ ഇൻട്രിൻസിക് മോട്ടിവേഷൻ. ഈ ഐഡന്റിഫൈഡ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വയം ഉള്ളിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ടാസ്ക് ചെയ്യാൻ ഇഷ്ടപ്പെട്ട് മോട്ടിവേഷൻ നൽകുന്നതാണ്. ഉദാഹരണത്തിന്, സാധാരണ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യുന്നത് ടീച്ചേഴ്സ് നൽകുന്ന ഒരു റിവാർഡ്, അല്ലെങ്കിൽ പേരൻസിന്റെ അപ്രീസിയേഷൻ, റാങ്ക്, റെക്കഗ്നിഷൻ എന്നിങ്ങനെ എക്സ്റ്റേണൽ ആയവയാണ്. എന്നാൽ ഐഡന്റിഫൈഡ് മോട്ടിവേഷൻ നമുക്ക് ലഭിക്കാൻ പോകുന്ന സ്ഥാനം, നമ്മൾ ആഗ്രഹിച്ച ഗോൾ എന്നിവ മനസ്സിൽ കാണാൻ പ്രേരിപ്പിക്കുന്നു. അതുവഴി സ്വയം മോട്ടിവേറ്റഡ് ആയി ഗോൾ ഓറിയന്റഡ് ആകുന്നു. അതായത് നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ ഐഡന്റിഫൈഡ് മോട്ടിവേഷനിലൂടെ പഠിച്ച ശേഷം ലഭിക്കുന്ന പോസിറ്റീവ് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു. മേ ബി ജോലി, ആഗ്രഹിച്ച സാലറി, ആഗ്രഹിച്ച ജീവിതം എന്നിങ്ങനെ എന്തുമാവാം. ഇത് നിങ്ങൾക്ക് പരിശ്രമിക്കാനുള്ള പ്രചോദനം നൽകുന്നു.
നിങ്ങൾക്ക് മനസ്സിലൊരു ലക്ഷ്യമുണ്ടെങ്കിൽ അതിനായി പരിശ്രമിക്കാൻ ഒരുക്കമാണെങ്കിൽ അത് നിങ്ങൾക്ക് തീർച്ചയായും നേടാനാകും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.